ഞാൻ ഡോക്ടർ സ്വാതി. നമ്മൾ സംസാരിക്കുന്നത് ഉദരസംബന്ധമായ അസുഖങ്ങളെക്കുറിച്ചാണ്. ഉദരസംബന്ധമായ അസുഖങ്ങൾ എന്ന് പറയുമ്പോൾ വിശപ്പില്ലായ്മ, അമിതമായി പുളിച്ചു തികട്ടുക, വയറ് വീർത്തിരിക്കുക, ഗ്യാസ്, ഉരുണ്ട് കയറ്റൽ, ഉദരസംബന്ധമായ മറ്റു പ്രശ്നങ്ങളായ വയറുവേദന, മലബന്ധം എന്നിങ്ങനെയാണ്. ലഘുവായ പ്രശ്നങ്ങളായിരിക്കും ചിലർക്ക്, മറ്റു ചിലർക്ക് ഇത് ലഘുവായ പ്രശ്നങ്ങളിൽ നിന്ന് തുടങ്ങി കാലക്രമേണ ഗുരുതരമായ അവസ്ഥയിലേക്ക് മാറാവുന്ന സാധ്യതയുണ്ട്. നമ്മുടെ ബോഡിയിലെ പ്രധാന പ്രക്രിയയായ ഡൈജഷൻ അല്ലെങ്കിൽ ദഹനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു അവയവമായതുകൊണ്ട് ഇതിന് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ നമ്മുടെ ശരീരത്തിലെ അമിതമായി ബാധിക്കുന്നു. മെയിനായിട്ട് നമ്മുടെ ശരീരത്തിലെ ദഹനത്തിനെയാണ് ഇത് ബാധിക്കുന്നത്. ദഹനത്തിന് ബാധിക്കുമ്പോൾ മിക്കപ്പോഴും വയറ് വീർത്തിരിക്കുന്ന ഒരവസ്ഥ, ഗ്യാസ് നിറഞ്ഞിരിക്കുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകുന്നു, വയറുവേദന ഉണ്ടാകുന്നു, വയറ്റിന്ന് പോകുന്നതിൻ്റെ ഫ്രീക്വൻസി കൂടുന്നു, ഡയറിയ ഉണ്ടാകുന്നു. മറ്റൊരവസ്ഥയാണ് അമിതമായ ക്ഷീണം. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനെ ദഹിപ്പിക്കാനുള്ള ദഹനശേഷിയെ ബാധിക്കുന്നത് കൊണ്ട് ഫുഡിൽ നിന്ന് കിട്ടേണ്ട ന്യൂട്രിയൻസ് നമുക്ക് കിട്ടുന്നില്ല, നമ്മുടെ ബോഡിക്ക് കിട്ടുന്നില്ല. ഇതുമൂലം ക്ഷീണം അമിതമായി ഉണ്ടാകുന്നു. അതുപോലെ ശരീരഭാരം കുറയുന്നു. സ്കിന്നിൻ്റെ ഇൻഫെക്ഷൻസും സ്കിൻ കണ്ടീഷൻസും, ഡ്രൈ സ്കിന്ന്, അങ്ങനെയുള്ള പല കണ്ടീഷൻസും ഉണ്ടാകുന്നു. നമ്മുടെ ഉദരത്തിൽ താമസിക്കുന്ന നമ്മളുടെ ശരീരത്തിന് വേണ്ട ബാക്ടീരിയാസ് ഉണ്ട്. ഈ ബാക്ടീരിയാസ് നശിക്കുകയും അത് കാരണത്താൽ എപ്പോഴും ഇൻഫെക്ഷൻസ് ഉണ്ടാകാനുള്ള സാധ്യതയും ഉണ്ട്. ഒപ്പം വായ്നാറ്റം ഉണ്ടാകുന്നു, ശരീരഭാരത്തിൽ വ്യത്യാസങ്ങൾ വരുന്നു, ഷുഗറിനോടുള്ള അമിതമായ ക്രേവിങ്സ് ഉണ്ടാകുന്നു, ഫുഡ് കഴിച്ചു കഴിയുമ്പോൾ വയറിന് ബുദ്ധിമുട്ടുണ്ടാകുന്നു, അതുപോലെ നിങ്ങളുടെ ഇമ്മ്യൂണിറ്റി കുറയുന്നു. ഫുഡ് കഴിച്ചു കഴിയുമ്പോൾ വയറിന് ബുദ്ധിമുട്ടുണ്ടാകുന്നു, സ്ലീപ്പ് പാറ്റേൺസ്, ഉറക്കമെല്ലാം ഡിസ്റ്റർബ്ഡ് ആകുന്നു, അമിതമായ മൂഡ് സ്വിങ്സ് ഉണ്ടാകുന്നു, ആൻസൈറ്റി ഉണ്ടാകുന്നു, സ്ട്രെസ് ഉണ്ടാകുന്നു. ഒപ്പം മുടിക്കും നഖത്തിനും പോഷകങ്ങൾ കിട്ടാത്തത് കൊണ്ട് അത് പൊട്ടാനുമുള്ള സാധ്യതയുണ്ട്. ഉദരസംബന്ധമായ അസുഖങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇൻഫെക്ഷൻസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ന്യൂട്രിയൻസ് നമുക്ക് ബോഡിയിൽ ആവശ്യത്തിന് കിട്ടാതെ വെയിറ്റ് ലോസ് ഉണ്ടാകാനും മാൽന്യൂട്രിഷൻ ഉണ്ടാകാനുമുള്ള സാധ്യതയുണ്ട്. ഒപ്പം വയറ്റിൽ വ്രണങ്ങൾ ഉണ്ടാകാനും, വ്രണങ്ങൾ പൊട്ടി അൾസറുകൾ ഉണ്ടാകാനും, അൾസറുകൾ പൊട്ടി കുടലുകൾ പൊട്ടാനുമുള്ള സാധ്യതയുണ്ട്. ഉദരസംബന്ധമായ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായും ഒരു ഗ്യാസ്ട്രോഎൻട്രോളജിസ്റ്റിനെയും ഒരു ഫിസിഷ്യനെയും കാണേണ്ടത് അത്യാവശ്യമാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇഫ് യു ലൈക്കിംഗ് മൈ വീഡിയോസ്, പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.